പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. കൊച്ചിയിലെ യുവനടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ നടനും MLAയുമായ മുകേഷിനെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കൊച്ചി മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. ആലുവയിലെ ഫ്ളാറ്റിൽ 12 മണിക്കൂർ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസിൻ്റെ തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് കേസെടുത്തത്. IPC 376(1) ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം, IPC 452 അതിക്രമിച്ചു കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം, വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. പരാതിക്കാരിയുടെ മൊഴിപകർപ്പ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറിയിട്ടുണ്ട്. നടിക്കെതിരെ ചൂഷണം നടന്നുവെന്ന് ആരോപണം ഉന്നയിച്ച സ്ഥലങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുക. നടിയുടെ പരാതിയിൽ നേരത്തെ നടൻ ജയസൂര്യക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് മുകേഷിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്.